പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് പി ജെ കുര്യൻ. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. മണ്ഡലം തലത്തിൽ സംഘടിപ്പിക്കുന്നതിൽ യൂത്ത് കോൺഗ്രസ് വരുത്തുന്ന വലിയ വീഴ്ചയെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ അദ്ദേഹം പരസ്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരുടെ വേദിയിൽ വെച്ചാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചത്. അതിന് രാഹുൽ മാങ്കൂട്ടം തിരിച്ച് മറുപടി പറഞ്ഞതും വലിയ രീതിയിൽ വിവാദമാകുന്ന ഘട്ടമുണ്ട്. ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ പി ജെ കുര്യൻ അക്കമിട്ട് നിരത്തുന്നു യൂത്ത് കോൺഗ്രസിനും സംഭവിക്കുന്ന വീഴ്ചകളെ സംബന്ധിച്ച്. അത് ഇന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. ക്ഷുഭിത യൗവനം എന്ന SFIയെ കുറിച്ച് പറഞ്ഞത് അത് കായികമായ അഗ്രസീവ്നെസ് അല്ല, മറിച്ച് ഇൻ്റലക്ച്വലും ആശയപരവുമായ ക്ഷുഭിതത്വത്തെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്, അഗ്രസീവ്നെസ്സിനെയാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്നും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പി ജെ കുര്യൻ ഒരിക്കൽ കൂടി. പിന്നീട് കെ സി ജോസഫിന് അദ്ദേഹം നൽകിയ മറുപടി, കെ സി ജോസഫിൻ്റെ വീട്ടിൽ ഗേറ്റും പട്ടിയുമൊക്കെ ഉണ്ടാകാം, പക്ഷേ താൻ അത്തരത്തിലുള്ള ഒരു നേതാവല്ല, ഡൽഹിയിലോ തിരുവനന്തപുരത്തോ അല്ല, താൻ തൻ്റെ ഗ്രാമത്തിൽ പഴയ വീട്ടിൽ ഗേറ്റുകൾ തുറന്നിടുന്ന വീട്ടിൽ, പട്ടിയില്ലാത്ത വീട്ടിലാണ് താമസിക്കുന്നത് എന്ന തിരിച്ചടി കൂടി കെ സി ജോസഫിന് അദ്ദേഹം നൽകുന്നു. യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്ന പി ജെ കുര്യൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. സതുദ്ദേശപരമായ ഒരു നിർദ്ദേശമാണ്. ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഒരിടത്തും അല്ലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികളില്ല. നിങ്ങൾ ജില്ലാ നേതൃത്വം പഞ്ചായത്തുകളിലേക്ക് പോയി ഓരോ പഞ്ചായത്തിലും അതിന് സമയമുണ്ടല്ലോ. ഒരു പഞ്ചായത്ത് ഒരു ദിവസം ചിലവഴിച്ചാൽ മതിയല്ലോ. ഒരു 25 പേരെങ്കിലുള്ള കമ്മിറ്റിയെ, ചെറുപ്പക്കാരുണ്ട്, അവരെ കണ്ടുപിടിച്ച് നമ്മളിവിടെ കൊണ്ടുവരണം. ആരും അവരെ സമീപിക്കുന്നില്ല. ഇത്ര ഒരു വാചകം പറഞ്ഞു. നിങ്ങൾ SFIയുടെ സമരം കണ്ടല്ലോ, അതെല്ലാവരും കണ്ടതല്ല. അത് ഞാൻ പറഞ്ഞു വിചാരിച്ചെന്താ? ഞാൻ പറഞ്ഞതിനകത്ത് ദുരുദ്ദേശപരമായി ഒന്നുമില്ല, ആരെയും വിമർശിച്ചിട്ടില്ല. പാർട്ടിയുടെ താല്പര്യം നോക്കി എനിക്ക് ബോധ്യമുള്ള കാര്യം, ഉത്തമ ബോധ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സുജു ടി ബാബു തന്നെ ചേരുന്നു, ഞങ്ങളുടെ പ്രതിനിധി. സുജു ടി ബാബു, താൻ പറഞ്ഞത് സതുദ്ദേശത്തോടെയാണ്, ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം ആവർത്തിക്കുന്നു SFIയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, SFIയെ ശ്ലാഘിച്ച കാര്യങ്ങൾ, മാത്രമല്ല യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനം. ഒരു മണ്ഡലത്തിൽ പോലും, ഓരോ മണ്ഡലങ്ങൾ കമ്മിറ്റി എടുത്ത് നോക്കിയാൽ അവിടെ 2 പേർ പോലും ബൂത്ത് തലത്തിൽ ഉണ്ടാകുന്ന സാഹചര്യമില്ല എന്ന് അദ്ദേഹം കൂടുതൽ വെളിപ്പെടുത്തി വിശദീകരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം അക്കമിട്ട് നിരത്തിയത്? അജിംഷാദ, പി ജെ കുര്യൻ തുറന്നടിക്കുകയാണ്, തൻ്റെ വിമർശനങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പാർട്ടി യോഗത്തിലാണ് അത്തരമൊരു വിമർശനം നടത്തിയെങ്കിൽ പി ജെ കുര്യനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ഉൾപ്പെടെയും, മാത്രമല്ല രാഹുൽ മാങ്കൂട്ടിലുള്ള പരിഹാസം നിറഞ്ഞ മറുപടി വന്നതോടെ പി ജെ കുര്യൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ തൻ്റെ നിലപാട് ആവർത്തിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട യൂത്ത് കോൺഗ്രസിൻ്റെ ശേഷിക്കുറവ്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അകത്തെ ആളില്ലാത്ത കാര്യത്തെ പി ജെ കുര്യൻ വീണ്ടും ആവർത്തിക്കുന്നു. മാത്രമല്ല ഇന്നലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ സമരത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അക്രമസക്തമായ സമരത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ പി ജെ കുര്യന് എതിരെ ഇട്ടിരുന്നു. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ എന്ന്. എന്നാൽ പി ജെ കുര്യൻ പറഞ്ഞു, പിള്ളേരെ തല്ലുകൊള്ളിപ്പിക്കുന്നതല്ല രാഷ്ട്രീയം, അതങ്ങനെ അടി മേടിപ്പിക്കുന്നത് തനിക്ക് യോജിപ്പില്ല, പകരം ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തിക്കണമെന്നാണ് പി ജെ കുര്യൻ പറഞ്ഞത്. അതിന് അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. പലയിടത്തും ആളുകളില്ല. ഈ സോഷ്യൽ മീഡിയയിൽ 10-30% മാത്രം ആളുകളാണ് സോഷ്യൽ മീഡിയ കാണുകയും അതിൽ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കണം. നമുക്കറിയാം, നിലമ്പൂരിൽ ഇലക്ഷൻ്റെ ചാണ്ടിയുമിൻ്റെ പ്രവർത്തനത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പി ജെ കുര്യൻ ഇക്കാര്യം പറഞ്ഞത്. അന്ന് തന്നെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാവും അല്ലെങ്കിൽ കോൺഗ്രസിലെ യുവജനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് പ്രവർത്തിക്കുന്നു എന്ന തരത്തിലും, മറുഭാഗത്ത് റിയലിന് പുറകെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്രവർത്തനമാണ് രാഹുൽ മാങ്കൂട്ടിൽ തുടങ്ങിയ ആളുകൾ നടത്തുന്ന വിമർശനമുണ്ട്. എൻ്റെ പി ജെ കുര്യനും സമാനമായ വിമർശനമാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ആകരുത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം, ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിക്കും. തീർച്ചയായിട്ടും ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് ഉള്ള നല്ലൊരു മറുപടിയായിട്ട് തന്നെ വേണമെങ്കിൽ കരുതാം, രാഹുൽ മാങ്കൂട്ടുള്ള മറുപടിയായിട്ട് തന്നെ കരുതാം. അത്തരത്തിലാണ്. മറ്റൊരു കാര്യം, ഇത് ജില്ലയിലെ പ്രശ്നമായി ചുരുക്കി കാണാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പി ജെ കുര്യൻ സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പുനർചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് താൻ ഈ പറഞ്ഞത്. ഇതിൽ ഗൗരവമായ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയം തന്നെ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയത്തിൽ തന്നെ, അതായത് പി ജെ കുര്യൻ വിമർശിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിനെയാണ്, അവരുടെ പ്രവർത്തനത്തെയാണ്. വിജയ് ഇന്ദുച്ചോട് ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന,
മാത്രമല്ല പി ജെ കുര്യൻ പരിഹാസത്തിന് കൃത്യമായി മറുപടി വന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് പി ജെ കുര്യൻ്റെ യൗവനകാലത്തെ പ്രവർത്തനത്തെ വിമർശിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തെപ്പറ്റി. അതിന് പി ജെ കുര്യൻ കൃത്യമായി മറുപടി നൽകുന്നത് ആ യൂത്ത് കോൺഗ്രസ് നേതാവൊക്കെ അന്ന് ജനിച്ചിട്ട് പോലുമില്ല എന്ന തരത്തിലേക്ക് പി ജെ കുര്യൻ്റെ മറുപടി എത്തുന്നുണ്ട്. അതായത് കൃത്യമായി തന്നെ തന്റെ നിലപാടിൽ വയലാർ രവിക്കൊപ്പവും ഉമ്മൻചാണ്ടിക്കൊപ്പവും 70കളിൽ സമരം നടത്തിയിട്ടുള്ള കാര്യങ്ങളും ആ യൂത്ത് കോൺഗ്രസ് നേതാവിനെ, അന്ന് ജനിക്കാത്ത യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്തു. സുജുട്ടി ബാബു, തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ അനുസ്മരണപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ വിമർശനം, അതായത് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് ഈ കാര്യങ്ങൾ വിമർശിക്കുന്നത്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് 50 മണ്ഡലങ്ങളിലും 50 യൂത്ത് കോൺഗ്രസ് വേണം. അതായത് ഈ നിലവിലെ പ്രവർത്തനത്തിൽ യൂത്ത് കോൺഗ്രസ്, അതായത് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസിനാണെന്നും യൂത്ത് കോൺഗ്രസിന് നിലവിലെ രീതി പോയാൽ അടുത്ത തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നത്. പി ജെ കുര്യൻ്റെ വാക്കുകൾ വേണമെങ്കിൽ പി ജെ കുര്യൻ പറയുന്നത് മറ്റൊരർത്ഥമാണ്. പിണറായി ഭരണം തുടരും, അല്ലെങ്കിൽ LDF സർക്കാർ തുടരാനുള്ള സാധ്യതയാണ് പി ജെ കുര്യന് പറയുന്നത്. കാരണം അങ്ങനെ തുടരാനുള്ള സാധ്യത അദ്ദേഹം നേരിട്ട് പറയുന്നില്ലെങ്കിൽ പോലും അടുത്ത ഭരണത്തിലേക്ക് UDF എത്തണമെങ്കിൽ യൂത്ത് കോൺഗ്രസ് ശക്തിപ്പെടുത്തണമെന്ന് പറയുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് ഇന്നലെ കാര്യമായി ഉന്നയിച്ച ആരോപണം പി ജെ കുര്യൻ്റെ പുറമറ്റം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലത്തിൽ 14 അംഗങ്ങളേ ഉള്ളൂ, 20 പേർ തികച്ചെടുക്കാനില്ല. അതിന് പി ജെ കുര്യൻ വിമർശിക്കുന്നത് ഞാനാണോ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കേണ്ടത്, അവരെന്നെ അതിൽ കയറ്റില്ലല്ലോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മഹിളാ കോൺഗ്രസിനെയും മറ്റു കോൺഗ്രസുകളെയും സംഘടിപ്പിക്കേണ്ട ആളും ഞാനെന്ന് പറയേണ്ടേ വരുമല്ലോ എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം പി ജെ കുര്യൻ ഇന്നലെ ഉന്നയിച്ചതിന് യൂത്ത് കോൺഗ്രസ് വിമർശിച്ച് TV കാണുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ പറ്റി പറയുന്നു. അപ്പം TV കണ്ടല്ലോ എന്ന് പറയുന്നത് പി ജെ കുര്യൻ പറഞ്ഞത് TV-യിലല്ല, അതാണ് കൃത്യമായി പറഞ്ഞത്. അത് നമുക്കറിയാം പൊതുവിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമല്ല യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമായ വിമർശനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തുമുള്ള ആളുകൾ ടെലിവിഷനിലും അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പ്രവർത്തനം. പി ജെ കുര്യൻ പറയുന്നത് TV-യിൽ കണ്ടല്ല സംസാരിക്കേണ്ടത്, ജനങ്ങളിടയ്ക്ക് ഇറങ്ങി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംഘടിപ്പിക്കണമെന്നാണ് കുര്യൻ പറയുന്ന ഒരു കാര്യം. മാത്രമല്ല തൻ്റെ ഔദ്യോഗിക ചുമതല ഒഴിഞ്ഞപ്പോൾ പലയിടത്തു നിന്നും ഓഫർ വന്നാൽ അന്നൊന്നും താൻ പോയിട്ടില്ല എന്നും പറഞ്ഞു. ഇതെല്ലാം തന്നെ കൃത്യമായി തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നിലവിലെ പ്രവർത്തനത്തെ വിമർശിക്കുകയാണ്. ഇന്ന് രമേശ് ചെന്നിത്തലയും ഈ കാര്യങ്ങൾ പി ജെ കുര്യന് പിന്തുണയായി എത്തുകയും ചെയ്തു. ഇനി അറിയാനുള്ളത്, അതായത് ഇതിൻ്റെ അകത്തൊരു കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയത്തിൽ VD സതീശനും KC വേണുഗോപാലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തിലെ ആൾക്കാരാണ്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗത്തിന് പിന്തുണ കിട്ടുമ്പോൾ ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിനും VD സതീശിൻ്റെയൊക്കെ സമീപത്തിൽ വലിയ അതൃപ്തിയുള്ള ആളുകളാണ്. അത്തരം അതൃപ്തിയുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ പി ജെ കുര്യനെ പിന്തുണച്ചെത്തുന്നത് എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയത്തിൽ പി ജെ കുര്യൻ്റെ വിമർശനങ്ങൾ അത് മറ്റൊരു തരത്തിലേക്ക് കൂടെ കടക്കുകയാണെന്നുള്ള സൂചനയാണ്. അജിംഷാദ, തീർച്ചയായും സുജുട്ടി ബാബുവാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.